ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത്തവണ നമുക്ക് ആലപ്പുഴയുടെ അല്ല നമ്മുടെ സ്വന്തം കോട്ടയത്തിൻ്റെ ദൃശ്യഭംഗിയൊക്കെ നുകർന്ന് ഒരു ഹൗസ് ബോട്ട് യാത്രയായാലോ? അപ്പോൾ എല്ലാവരും വായോ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഷോർട്ട് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കുമരകത്താണുള്ളത്. കുമരകം ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. നമ്മളവിടെ വന്നപ്പോൾ തന്നെ കാണുന്നുണ്ട്, അത് കൂടെ പലതരത്തിലുള്ള ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സീറ്റ് ഇട്ടിട്ട് വെള്ളത്തിലിരുന്ന് പോകുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് കയറി. ഇപ്പോൾ ബോട്ടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ആദ്യം തന്നെ ഫ്രണ്ടിലത്തെ സ്ഥലമുണ്ട്. അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്, ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്കിരിക്കാനുള്ളൊരു ഫ്രണ്ട് ഏരിയ, ഒരു വ്യൂ ഒക്കെ കാണാനുള്ളൊരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ സൈഡിൽ കൂടെയുള്ള ആ ഒരു കോറിഡോറിൽ കൂടെ അങ്ങ് പോകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കയറുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ്. നമ്മൾ 1 ബെഡ്റൂമിൻ്റെ ഹൗസ് ബോട്ടാണ് എടുത്തേക്കുന്നത്. ബെഡ്റൂം സിമ്പിളാണ്. ഫാനുണ്ട്, ഒരു AC ഉണ്ട്. പിന്നെ ആ കട്ടൻസൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് പുഴയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ നല്ല സൂപ്പറാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് വന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് വാഷ് ഏരിയ ഉണ്ട്. നമുക്കൊന്ന് കൈയൊക്കെ കഴുകി ഒന്ന് ഫ്രഷപ്പ് ആവാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു കിച്ചണുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലുള്ള ഏരിയ പോലെ തന്നെ ചെറിയൊരു ഏരിയ പുറകിലും ഉണ്ട്. അവിടെ മെയിനായിട്ട് നമ്മളല്ല, അവരുടെ ഇവിടുത്തെ ബോട്ടിൽ തന്നെ വർക്കേഴ്സൊക്കെയാണ് ഉണ്ടാവാറ്. നമ്മളപ്പോൾ ഇന്ന് എന്തിനാണ് വന്നേക്കുന്നത്? മെയിനായിട്ട് നമുക്ക് ഹൗസ് ബോട്ടിലൂടെ പോകണം. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റൽ മഴയിലൂടെ നമുക്ക് ആ കായലിലൂടെയൊക്കെ ഒന്ന് പോകണം. ഇത് കായലല്ല, നമ്മൾ കായലിലേക്ക് കയറിയിട്ടില്ല. ഇത് ഹൗസ് ബോട്ട് അവർ ഒതുക്കിയിട്ടേക്കുന്ന സ്ഥലം. ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ഹൗസ് ബോട്ടുകൾ സൈഡിൽ ഇട്ടിട്ടുണ്ട്. 2 നില ഹൗസ് ബോട്ട്, അതുപോലെ തന്നെ 2 ബെഡ്റൂം 3 ബെഡ്റൂം, ഒരുപാട് ബെഡ്റൂം ഉള്ളത് ഒക്കെ ഉള്ള ഒരുപാട് ഹൗസ് ബോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വള്ളങ്ങളില്ലേ, ഷിക്കാര റൈഡൊക്കെ പോലത്തെ ജസ്റ്റ് വള്ളത്തിൽ കസേര ഇട്ടിരുന്നിട്ട് അങ്ങനെയുള്ള വള്ളങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സെറ്റപ്പിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളുടെ മെയിൻ ഒരു ജീവിതമാർഗം തന്നെയാണ് ഇതെന്ന് തോന്നുന്നു. കാരണം ഇഷ്ടം മാതിരിയാണ് ഇവിടെ ഇതുള്ളത്. അപ്പോൾ നമ്മളിതാ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ പയ്യെ നമുക്കങ്ങനെ യാത്ര തുടങ്ങാം. നമ്മൾ 2 മണിക്കൂറത്തേക്കാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഡേ ഫുള്ളൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞു ഇത് യാത്ര കഴിഞ്ഞിട്ട് യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നവരാണെന്ന്. ഇവർ പോവും, നമ്മളെ കായലിൽ, നമ്മുടെ വേമ്പനാട്ട് കായലിലൊക്കെ ഒന്ന് കറക്കും, എന്നിട്ട് തിരിച്ച് നമ്മളെ കൊണ്ടുവരും. പിന്നെ അതിൻ്റെ സൈഡ് നമുക്കിങ്ങനെ പോകുമ്പോൾ തന്നെ സൈഡിലൂടെ കാണാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടൊക്കെ നമ്മളെ കാണിച്ചു തരും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ സൂപ്പറാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം, പാട്ടിടാം, ഡാൻസ് കളിക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഇത് അവിടെ ഇരുന്നൊരു അമ്മൂമ്മ ചായ കുടിക്കുന്നതും ചേട്ടന്മാർ ചൂണ്ടിടുന്നതും ഒക്കെ നമുക്ക് കാണാം. ഒരുപാട് വീടുണ്ട് ഇതിൻ്റെയൊക്കെ സൈഡിൽ. ഈ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേർഡ് സാഞ്ചുറിയാണ്. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ ഒരുപാട് തരം ദേശാടന പക്ഷികൾ, മൈഗ്രേറ്ററി ബേർഡ്സ് ഇവിടെ വരും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്കുണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് വോളിയം കുറക്കാൻ പറഞ്ഞു പാട്ടിൻ്റെ. കാരണം ഇവിടെ ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് വരും, അപ്പോൾ അതിന് റൂൾ ഉള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന കാര്യം ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇപ്പം കയറണ്ട, ഇപ്പം മഴ പെയ്ത് കുറച്ച് ചെളിഞ്ഞൊക്കെ കിടക്കണം. കാരണം അപ്പം ഞങ്ങളതൊന്നുമില്ല, പുറത്തുനിന്ന് ജസ്റ്റ് ഞങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് കണ്ട്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് അപ്പുറ വഴിയാണ്, റോഡിൻ്റെ ഇത് വഴിയാണ്. അപ്പോൾ ഇതൊരു ബോട്ട് നമ്മളെ പാസ് ചെയ്ത് പോകണുണ്ടോ. അപ്പോൾ ബേർഡ് സാഞ്ചുറി കണ്ട് ഇതാണ് ഇപ്പോഴാണ് നമ്മൾ ശരിക്കും കായലിലേക്ക്, വേമ്പനാട്ട് കായലിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതൊക്കെ റിസോർട്ടാണ് കേട്ടോ. നമുക്ക് ഒരുപാട് വീട് കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഓരോന്ന് ഇത് തീരത്തായിട്ട് റിസോർട്ടുകൾ കാണുന്നത്. ഇപ്പം തന്നെ തോന്നുന്നു 2-3 കണ്ട്. ഇതൊക്കെ എന്തോ ലക്ഷറി റിസോർട്ടുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വേമ്പനാട്ട് കായലിലേക്ക് കടന്നു മക്കളെ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കായലാണ്. ഇനിയിപ്പോൾ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഹൗസ് ബോട്ടിലെ ചേട്ടൻ പറയേണ്ട ആ റിസോർട്ടിനെ പറ്റി, അവിടെ ഏതൊക്കെയോ സിനിമകൾ ഷൂട്ട് ചെയ്തതും ഇവരൊക്കെ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ പുള്ളിയും പറയുന്നുണ്ട്. ഇതാ നിൽക്കുന്നത് കണ്ട, കുറ്റിയല്ല, അതിൻ്റെ അപ്പുറത്തൊരു പക്ഷി നിൽക്കുന്നത് കണ്ട, അതൊരു മൈഗ്രേറ്ററി ബേർഡാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ മൈഗ്രേറ്റ് ചെയ്തു എന്ന ഏതോ ഒരു പക്ഷിയാണ്. പിന്നെ ഇത് വേറൊരു റിസോർട്ടാണ്, നെക്സ്റ്റ് റിസോർട്ടാണ് കായലിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ കണ്ടത്. സത്യം പറഞ്ഞാൽ റിസോർട്ടൊക്കെ ഇങ്ങനെ നമ്മൾ സൈഡിൽ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് വേറെ റിസോർട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേര് ചൂണ്ടയിടുന്ന കാണാം. ഈ കാണുന്ന ബോട്ട് യാർഡാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ബോട്ടുകളൊക്കെ പണിത് ഇറക്കുന്ന സ്ഥലമാണ്. പിന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമ്മളെ പാസ് ചെയ്ത് പോകും. നമുക്ക് ഒരുപാട് ബോട്ടുകൾ കാണാൻ പറ്റും. ഇതൊരു 2 ബെഡ്റൂമിൻ്റെ ഹൗസ് ബോട്ടാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ അതിൽ കൂടെ തന്നെ വേറൊരു ബോട്ട് പോകുന്നത് കാണാം. ഇപ്പം നമ്മൾ കാണുന്നത് ആ പച്ച കളർ ഷീറ്റ് കെട്ടിയേക്കണം 10 ബെഡ്റൂമിൻ്റെ ഒരു ഹൗസ് ബോട്ട് പണിയണയാണെന്നാണ്. പിന്നെ ഒരു പുരാതനമായ മോസ്ക് കണ്ടു. ഇതൊരു ചേട്ടൻ
കള്ളി എത്താനായിട്ട് പോയപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതെനിക്ക് കുറച്ച് രസമുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ അമ്മൂമ്മ എത്ര രസമായിട്ട് അവിടെ നിന്ന് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഒരെണ്ണം കിട്ടി. അപ്പോൾ കിട്ടിയതെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ അടുത്ത ഇട്ടേക്കണേ. ഒരു 2 മണിക്കൂർ കടന്നു പോകുന്നത് നമ്മളറിയില്ല. കാരണം നമുക്ക് അത്ര രസമായിരിക്കും. കാരണം നമ്മൾ വർത്തമാനം പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് കാഴ്ചകളൊക്കെ കണ്ട്, അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു സമയത്ത്. കാരണം നമ്മൾ ഒരുപാട് റിസോർട്ടുകൾ നമ്മൾ സൈഡിൽ കാണുന്നുണ്ട്, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, അവരുടെ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫാമിലി ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാരണം പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവരൊക്കെ നിർത്താതെ ഡാൻസായിരുന്നു. പിന്നെ ആ ചേട്ടൻ പറഞ്ഞു നമ്മുടെ 2 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് തിരിക്കാം, വളയ്ക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വളച്ച് തിരിച്ചു വരുന്ന വഴിയാണ് ഈ സ്പീഡ് ബോട്ട് പോകുന്നത് കണ്ടത്. അത് പോയപ്പോൾ അതിൻ്റെ ഓളത്തിൽ ഞങ്ങളുടെ വള്ളമൊന്ന് ഇളകി ഗൈസ്. അപ്പോൾ പിന്നെ ഞങ്ങളതുവഴി വള്ളം തിരിച്ച് ഞങ്ങൾ പോകുന്നതാണ്. തിരിച്ചു വരുന്നത് നമ്മൾ വേറൊരു വഴിയാണ് വന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുട്ടി ഹൗസ് ബോട്ട് യാത്രയുടെ വിശേഷങ്ങൾ. എനിക്കിതിൽ തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണതാണ്. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡേ ഫുള്ളൊക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ എടുക്കുക. കാരണം നല്ല രസമാണ്, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.